ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോ ലോകരക്ഷകനാണ് എന്ന് നാം എങ്ങനെയാണ് ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലും സഭയുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കുന്നതെന്നാണ്. നമുക്കറിയാം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആട്ടിടയന്മാർക്ക് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകിക്കൊണ്ട് മാലാഖ പറയുന്നുണ്ട്, ഇതാ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ മിശിഹ പിറന്നിരിക്കുന്നു. ഈശോ രക്ഷകനാണ് എന്നുള്ള കാര്യം മാലാഖ ഈശോയുടെ ജനന സമയത്ത് തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. വീണ്ടും ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ പരിശുദ്ധനായ ശിമയോൻ ഈശോയെ കരങ്ങളിലെടുത്തുകൊണ്ട് പറയുന്നു, ഇതാ സകല ജനപദങ്ങൾക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഈശോയുടെ ജീവിതത്തിലുടനീളം എല്ലാ പ്രവർത്തനങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം രക്ഷയുടെ സന്ദേശങ്ങളായിട്ടാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത്. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാനാണ് വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന്. പിന്നീട് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലുമെല്ലാം നമ്മളിത് കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഈശോയുടെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയുടെ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈശോ രക്ഷകനാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഈശോയുടെ നാമമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നുണ്ട്. ഇത് ഏതാനും ചില സാക്ഷ്യങ്ങൾ മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ സഭയുടെ മാർപ്പാപ്പമാരുടെ പഠനങ്ങളുമെല്ലാം ഈ ഒരു രീതിയോട് തന്നെ ചേർന്ന് പോകുന്നതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1979 പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനമായ റിഡംതോർ ഹോമിനിസ് എന്ന ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈശോയാണ് ഏകരക്ഷകൻ, അവനിലാണ് ഉടമ്പടി പൂർത്തീകരിക്കപ്പെടുന്നത്, അവനിലാണ് നാം നമ്മുടെ അസ്തിത്വം കണ്ടെത്തുന്നത്, അവനിൽ മാത്രമാണ് നാം ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് അസ്തിത്വം കണ്ടെത്തേണ്ടത്. പിന്നീട് 2000 ആണ്ടിൽ, അതായത് മഹാജൂബിലി വർഷം, വിശ്വാസ തിരുസംഘം ഇറക്കിയ ഡിക്ലറേഷനായ ഡോമിനുസ് യേസൂസ് അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്, ഈശോയാണ് ഏക രക്ഷകൻ എന്നുള്ളത്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈശോ ലോകരക്ഷകനാണെന്നുള്ളത് നമ്മുടെ റീസൺ വെച്ച് തന്നെ, നമ്മുടെ യുക്തി വെച്ച് തന്നെ നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. ഈശോയുടേതുപോലെ വളരെ അനിതര സാധാരണമായ അനന്യമായ ഒരു ജീവിതവും പഠനങ്ങളല്ലെ പഠിപ്പിക്കുന്ന ശൈലിയുമൊന്നും മറ്റൊരു നേതാവിലോ മറ്റൊരു മനുഷ്യനിലോ നമ്മൾ കാണുന്നില്ല. ഈശോയുടെ ജനനത്തിൽ തന്നെ അത്രയേറെ പ്രത്യേകതയുണ്ടായിരുന്നു. തമ്പുരാൻ്റെ മരണമാകട്ടെ അതിനുമപ്പുറത്ത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ, ഇനി സംഭവിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട മരണവും അതിനുമപ്പുറത്ത് ഉത്ഥാനവുമാണ് ഈശോ മിശിഹായ്ക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉണർത്താനായിട്ട് പരിശ്രമിക്കാം. തമ്പുരാനിൽ മാത്രമാണ് നമുക്ക് ആശ്രയിക്കാനായിട്ടൊരു സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ബോധ്യങ്ങളാക്കി നമുക്ക് മാറ്റാം. ദൈവം അനുഗ്രഹിക്കട്ടെ.